നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 790th day. Today 12th sloka of Prathama Skandam, 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 790-ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഓം തർഹി വാദമുനിശ്രേഷ്ഠ പാണ്ഡവാ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യപാദതു. ഓം തത്സത്. തർഹി വാദമുനിശ്രേഷ്ഠ പാണ്ഡവാ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യപാദതു. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തർഹ്യേ, തർഹി ഏവ അധ, തർഹി ഏവ ധ അധ മുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോ അഭിമുഖൻ, ആത്മന അഭിമുഖൻ, ആത്മന അഭിമുഖാൻ പഞ്ചസായകാൻ ആത്മന അഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യ അസ്ത്രാണി ഉപാദതു. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് തർഹി ഏവ മുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മന അഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യ അസ്ത്രാണി ഉപാദതു. പാണ്ഡവന്മാർ തർഹി ഏവ അപ്പോൾ തന്നെ, മുനിശ്രേഷ്ഠ ഹേ മുനിശ്രേഷ്ഠ, ദീപ്താൻ ജ്വലിക്കുന്നവയും, ആത്മന തങ്ങളുടെ, അഭിമുഖാൻ നേർക്കുവരുന്നവയും ആയ, പഞ്ചസായകാൻ 5 ബാണങ്ങളെ, ആലക്ഷ്യ കണ്ടിട്ട്, അസ്ത്രാണി അസ്ത്രങ്ങളെ, ഉപാദതു എടുത്തു. അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, അതായത് സൗനകാദികളെയാണ് സൂതനിവിടെ അഭിസംബോധന ചെയ്യുന്നത്. അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, അപ്പോൾ തന്നെ പാണ്ഡവന്മാർ അത്യന്തം ജ്വലിക്കുന്നതും അവരുടെ നേർക്ക് വരുന്നതുമായിട്ടുള്ള ആ 5 ബാണങ്ങളെ കാണുകയും ഉടനെ അവരും അസ്ത്രങ്ങളെ എടുത്ത് അതിനെ എതിരാനായി തിരിഞ്ഞു. അതായത് ബ്രഹ്മാസ്ത്രം ഒന്നാണെങ്കിലും അത് 5ആയി പിരിഞ്ഞ് 5 പേരുടെയും നേർക്ക് ഒരേ സമയത്തിൽ പ്രവേശിച്ചു. അങ്ങനെ പാണ്ഡവന്മാരെ ഈ ലോകത്ത് ഇല്ലാതാക്കുവാനായിട്ട് ഉത്തരയുടെ ഗർഭത്തിലേക്കും പഞ്ചപാണ്ഡവന്മാരുടെ നേർക്കും ആ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രത്തെ അയച്ചു. മുന്നേ അർജുനൻ അശ്വത്ഥാമാവിനെ പിടിക്കാൻ ചെന്നപ്പോൾ പോലും ബ്രഹ്മാസ്ത്രം തിരിച്ചെടുക്കാൻ അറിയാത്ത അശ്വത്ഥാമാവ് അർജുനൻ്റെ നേരെ ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയുണ്ടായി. അസ്ഥാനത്തും ഒക്കെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് തൻ്റെ പ്രതികാരം എങ്ങനെയാണ് തീർക്കേണ്ടത് എന്നറിയാതെ ആ അശ്വത്ഥാമാവ് പ്രതികാരവാഞ്ചയോടുകൂടി തൻ്റെ മുടിയും രത്നവും പിഴുതെടുത്ത ആ പാണ്ഡവന്മാരെയും അവരുടെ മകൻ്റെ സന്താനമായിട്ടുള്ള അഭിമന്യുവിൻ്റെ സന്താനമായിട്ടുള്ള ഉത്തരയുടെ ഗർഭത്തിൽ ഉള്ള ആ കുഞ്ഞിനെയും ഒക്കെ വധിക്കുവാൻ വേണ്ടി
ശ്രമിക്കുകയാണ്. തങ്ങളുടെ നേരെ വരുന്ന ആ 5 ബാണങ്ങൾ, ജ്വലിച്ചുകൊണ്ട് വരുന്ന ബാണങ്ങളെ എതിരിടാൻ വേണ്ടി പാണ്ഡവന്മാരും ബാണങ്ങൾ എടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒരേ സമയത്തിൽ ആ 5 പേരുടെയും നേർക്ക് അത് പ്രവേശിച്ചു, ആ ബ്രഹ്മാസ്ത്രം പ്രവേശിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. കർഹേവാദമുനിശ്രേഷ്ഠ പാണ്ഡവാ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാണ്യുപതാദതു. ഓം ശ്രീകൃഷ്ണായ നമഃ. ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യുപാദതു. ഓം തത്സത്. യദക്ഷരം പദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. നാവിൻ്റെ പിഴ കൊണ്ട് വന്നു പോകുന്ന, താൽക്കാലികമായി വരുന്ന ഈ പിഴകൾ പൊറുക്കണമെന്ന് പറയും. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.